I'm Radha. Welcome back to Nandati's Kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ക്രിസ്പി ആൻഡ് ക്രഞ്ചി ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ഇത് നമുക്ക് സാധാരണ ഉരുളക്കിഴങ്ങ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഈ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുമ്പോൾ പൊട്ടറ്റോസ് എല്ലാം സെയിം സൈസിലുള്ള നീളം പൊട്ടറ്റോസ് വേണം എടുക്കാൻ. സൈഡ്സ് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ ഇത് സെന്ററിൽ കൂടെ ഒന്ന് മുറിച്ചു കൊടുക്കാം. അപ്പം ഞാൻ സെന്ററിൽ കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് 3 ലോങ് സ്ട്രൈപ്സ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഫ്രഞ്ച് ഫ്രൈസ് കട്ടർ ഉണ്ടെങ്കിൽ അതിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഈ ഒരു സൈസിൽ വേണം ഫ്രഞ്ച് ഫ്രൈസ് കട്ട് ചെയ്തെടുക്കാൻ. തീരെ തിന്നാവാൻ പാടില്ല, കാരണം തീരെ തിന്നായാൽ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നുകൂടെ തിന്നാവും. തീരെ തിക്കായ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് അകം നേരെ വേവൂല. അപ്പം ഈ ഒരു സൈസിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളത് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ പൊട്ടറ്റോ എല്ലാം ഈ ഒരു സൈസിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റാർച്ച് പോവാൻ വേണ്ടി ഞാൻ ഇത് കുറച്ച് തണുത്ത വെള്ളത്തിൽ മുക്കി വെക്കുന്നുണ്ട്. പിന്നെ ഇത് വെളി വെക്കുമ്പോൾ ബ്രൗൺ കളർ ആവും. അതിന് വേണ്ടി കുറച്ച് നാരങ്ങ നീര് വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുക്കും. ഇനി ഇത് 15 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അപ്പം ഇത് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്നുകൂടെ കളഞ്ഞിട്ട് ഇവിടെ വെള്ളം വെച്ച് ഫില്ല് ചെയ്തിട്ട് പിന്നെ അടച്ചൊരു 15 മിനിറ്റ്സ് വെക്കാം. ഇനി നമുക്കിത് അടച്ചൊരു 15 മിനിറ്റ്സ് വെക്കാം. അപ്പം ഇത് 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. നമുക്കിത് 15 മിനിറ്റ്സ് ഫാനിന്റെ കീഴിൽ അടങ്ങാൻ വെക്കാം. ഇത് 2 സ്റ്റെപ്സ് ആയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ആദ്യം ചെറുതായിട്ടൊന്ന് പേലായി കിട്ടും. ഇത് രണ്ടാമത്തേലാണ് ഇത് ക്രിസ്പി ആയി കിട്ടുന്നത്. ഇത് എണ്ണ ചൂടാകുന്നതിന് മുൻപ് ഇട്ട് കൊടുക്കണം. സ്പേസ് അനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ. ഇത് ലോ ഫ്ലെയിമിൽ വേണം ആദ്യം ചെയ്യാൻ. എന്നിട്ട് ഇത് എണ്ണ ചൂടായിട്ട് മാത്രമേ തീ കുറച്ച് കൂട്ടി കൊടുക്കാവുള്ളൂ. ഇത് എണ്ണ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കാം. ആദ്യം ഒരു ലോ ടു മീഡിയം ഫ്ലെയിം ആദ്യത്തെ ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ വെക്കണം. പിന്നെ എണ്ണ തിളച്ച് തുടങ്ങുമ്പോഴേക്കും ഹൈ ഫ്ലെയിമിലോട്ട് 4 to 5 മിനിറ്റ്സ് വെക്കണം. ഇടയ്ക്ക് ഇതൊന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇത് ജസ്റ്റ് ഒന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. അപ്പം ഞാൻ ഇതൊന്ന് കോരി മാറ്റുവാണ്. ഇത് ഞാൻ ഇപ്പോൾ കോരി മാറ്റിയിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു സ്ട്രെയിനറിലോട്ട് വേണം മാറ്റാൻ. ടിഷ്യൂ പേപ്പറിലോട്ട് ഇത് മാറ്റല്ലേ. ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റി അത് സോഫ്റ്റ് ആയി പോവും. ഇത് ഉണങ്ങാൻ വേണ്ടി ഒരു സ്ട്രെയിനറിൽ ഗ്യാപ്പിട്ട് വെക്കണം. കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ളത് അതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പം നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് വായിക്കാൻ മറക്കരുത്. മറ്റൊരു ഡിഷുമായിട്ട് വീണ്ടും കാണുന്നവരെ ദിസ് ഇസ് അനുരാധ സൈനിങ് ഓഫ്. ബൈ ബൈ.